DBMS ആദ്യത്തേത് യൂസർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്വറി പ്രോസസ്സറാണ്. ക്വറി പ്രോസസ്സറിൽ വരുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്, അതുപോലെ കമ്പൈലർ ആൻഡ് ലിങ്കർ ഉണ്ട്, അതുപോലെ DML ക്വറീസ്, DDL ഇൻ്റർപ്രറ്റർ, DML കമ്പൈലർ ആൻഡ് ഓർഗനൈസേഷൻ, ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ, ക്വറി പ്രോസസ്സർ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. The query processor will accept query from user and solve it by accessing the database. നേരത്തെ പറഞ്ഞതുപോലെ ക്വറി പ്രോസസ്സർ എന്താ ചെയ്യുന്നത്? യൂസറിൽ നിന്ന് കിട്ടുന്ന ക്വറീസ് സോൾവ് ചെയ്ത് ഡേറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ക്വറി പ്രോസസ്സർ ചെയ്യുന്നത്. ഇതിൽ ഓരോ പാർട്ട് എന്ന് പറയുന്ന പാർട്ട് ഓഫ് ക്വറി പ്രോസസ്സേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. DDL ഇൻ്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്? DDL ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് ദിസ് വിൽ ഇൻ്റർപ്രറ്റ്സ് DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫെച്ച് ദ ഡെഫിനിഷൻ ഇൻ ദ ഡേറ്റ ഡിക്ഷണറി. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഏതൊക്കെയാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്? ക്രിയേറ്റ്, അൾട്ടർ ആൻഡ് ഡ്രോപ്പ്. ഒരു ഡേറ്റാബേസിലോട്ട് പുതുതായിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഉള്ള ടേബിളിന് ഒരു മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യുക. ഇത് ഇത്രയും ഒരു ഡേറ്റാബേസിന് ചേഞ്ച് ചെയ്യുന്നതാണ്, അതിൻ്റെ സ്കീമേ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിനെയെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് DDL ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. അത് ഫെച്ച് ചെയ്യുന്നത് ഈ പറയുന്ന ടേബിളിൻ്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഡിക്ഷണറിക്കകത്താണ്. അപ്പോൾ ഡേറ്റ എബൌട്ട് ഡേറ്റയാണ് ഡേറ്റ ഡിക്ഷണറി, അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് DML കമ്പൈലറാണ്. DML കമ്പൈലർ എന്താ ചെയ്യുന്നത്? ദിസ് വിൽ translate DML statements in a query language into low level instructions that the query evaluation engine understand. Query evaluation engine understand ചെയ്യുന്ന രീതിയിൽ ലോ ലെവൽ ആയിട്ട് ക്വറി ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് DML കമ്പൈലർ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒരു ക്വറി എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ DML ആണ്. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ, അപ്ഡേറ്റ് ഇൻ ടു ടേബിൾ. ഇതൊക്കെ DML ആണ്. DML ക്വറീസ് ഏതൊക്കെയാണ്? സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഇതൊക്കെയാണ് DML എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ക്വറി ഇവാലുവേഷൻ എഞ്ചിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിന് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും DML കമ്പൈലർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ എന്താണ് എന്നുള്ളത്. ദിസ് എഞ്ചിൻ വിൽ എക്സിക്യൂട്ട് ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ജനറേറ്റഡ് ബൈ DML കമ്പൈലർ ഓൺ DBMS. DBMSൽ DML കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പാർട്ടാണ് ആർക്കിടെക്ചറിൽ സ്റ്റോറേജ് മാനേജർ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് മാനേജ്മെൻറ്റ്. സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ പാർട്ടായ സ്റ്റോറേജ് മാനേജ്മെൻറ്റിലാണ് നടക്കുന്നത്. മെയിൻലി 4 സ്റ്റോറേജ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബഫർ മാനേജർ, ഫയൽ മാനേജർ, ഓതറൈസേഷൻ ഇൻറ്റഗ്രിറ്റി മാനേജർ, ട്രാൻസാക്ഷൻ മാനേജർ. അപ്പോൾ ഇതിൽ സ്റ്റോറേജ് മാനേജർ ഈസ് എ പ്രോഗ്രാം മൊഡ്യൂൾ വിച്ച് ആക്ട് ലൈക്ക് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ സ്റ്റോറേജ് ഡേറ്റ സ്റ്റോർ ഇൻ എ ഡേറ്റാബേസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ക്വറി സബ്മിറ്റഡ് ടു ദ സിസ്റ്റം. ശരിക്കും ഒരു ഡേറ്റാബേസിനും ഇൻ ബിറ്റ്വീനുള്ള ആപ്ലിക്കേഷനും ഇടയിൽ ഒരു ആക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം മോഡ്യൂളാണ്, ഇൻ്റർഫേസ് ആണ് ശരിക്കും സ്റ്റോറേജ് മാനേജർ എന്ന് പറയുന്നത്. ഈ സ്റ്റോറേജ് മാനേജർ റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിങ്, റിട്രൈവിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ്. ഡേറ്റാബേസിലെ ഡേറ്റ എടുക്കാനും അതിനെ സ്റ്റോർ ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്, എല്ലാ രീതിയിലുള്ള സ്റ്റോറേജ് മാനേജേഴ്സും. അപ്പോൾ ആദ്യം എന്താണ് ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ ചെയ്യുന്നത്? കണ്ടീഷൻസും കൺസ്ട്രെയിൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓതറൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി മാനേജ് ചെയ്യുന്നത്. ചെക്ക് ഫോർ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് ഓതറിറ്റി ഓഫ് യൂസർ ടു ആക്സസ് ഡേറ്റ. ഡേറ്റയെ ആക്സസ് ചെയ്യുന്ന സമയത്ത് യൂസറിനെ ചെക്ക് ചെയ്യുക, അതുപോലെ ഡേറ്റയെ ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ മൊഡ്യൂളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മാനേജർ. ട്രാൻസാക്ഷൻ മാനേജർ ചെയ്യുന്നത് എൻഷുവർ ദാറ്റ് ദ ഡേറ്റാബേസ് റിമെയിൻ ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ആൾദോ ദേ ആർ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാലും അതൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ മാനേജർ മൊഡ്യൂൾ ചെയ്യുക. ഇപ്പം ബാങ്ക് പോലുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മണി ലോസ് ആവാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ച് വരാനോ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ മാനേജർ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയൽ മാനേജർ. ഫയൽ മാനേജർ ചെയ്യുന്നത് File manager the allocation of space on disk storage and the data structures used to represent information stored on the disk. ഒരു ഫയലിലുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കിൽ സ്പേസ് കണ്ടുപിടിക്കുക,
ആ പറയുന്ന സ്പേസ് മാക്സിമം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഫയൽ മാനേജർ മോഡ്യൂൾ ചെയ്യുന്നത്. മാനേജ് ദ അലോക്കേഷൻ ഓഫ് സ്പേസ് ഓൺ ദ ഡിസ്ക് സ്റ്റോറേജ്. ഡിസ്ക് സ്റ്റോറേജിൽ സ്പേസിനെ അലോക്കേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. ദ ഡേറ്റ സ്ട്രക്ചർ യൂസ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. ഡിസ്കിൽ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സിനെ മാനേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഡേറ്റ സ്ട്രക്ചേഴ്സാണ് ശരിക്കും ഒരു ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ട്രീ സ്ട്രക്ചർ യൂസ് ചെയ്യാറുണ്ട്, ബൈനറി ട്രീ, ബി ട്രീ, ഇതുപോലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ്, ലിങ്ക് ലിസ്റ്റ്, ഇതെല്ലാം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഫയൽ മാനേജർ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഈ പറയുന്ന മൊഡ്യൂൾസ് എല്ലാം പ്യുവർലി സി പ്രോഗ്രാമിംഗ് കോഡ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബഫർ മാനേജർ. ബഫർ മാനേജർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിട്രൈവ് ഡേറ്റ ഫ്രം ഡിസ്ക് സ്റ്റോറേജ് ഇൻറ്റു മെയിൻ മെമ്മറി. ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് ഡേറ്റ റിട്രൈവ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ബഫർ മാനേജർ ചെയ്യുക. മെമ്മറിയിലോട്ട് ഡേറ്റ എടുത്ത് വയ്ക്കാനും അതിൽ നിന്നും തിരിച്ച് ഡിസ്കിലോട്ട് ഡേറ്റ മാറ്റാനും വേണ്ടിയിട്ടാണ് ബഫർ മാനേജർ മൊഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത്.